ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഈച്ചയാണ്. ഈച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറപ്പും വെറുപ്പും ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പേപ്പർ കൊണ്ട് ചുമ്മാ ഉണ്ടാക്കുന്നതാണ്. ഈച്ചയെന്നോ പ്രാണിയെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഈച്ചയുടെ നമ്മൾ വൃത്തിയില്ലാത്ത കാണാൻ ഭംഗിയില്ലാത്തതിനൊക്കെ നമുക്കൊരു ഇഷ്ടക്കുറവല്ലേ. ചിലപ്പോൾ കാണാൻ ഭംഗിയുള്ളതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പഴമക്കാർ പറയില്ലേ, അഴകുള്ള ചക്കയിൽ ചുളയില്ല, പിന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. അതുപോലെ തന്നെ നമ്മൾ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നോക്കി വലിയ കാര്യമായിട്ട് സൗന്ദര്യമൊക്കെ നോക്കി കഴിയുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് 8ന് പണിയായിരിക്കും കിട്ടുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് നല്ല ഭംഗിയായി ചെയ്തിട്ട് ഒരു 8ന് പണി കിട്ടിയ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. ഇപ്പോഴൊന്നുമല്ല, ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ വരച്ച് പഠിക്കുന്ന സമയമില്ലേ, അപ്പോൾ എൻ്റെ മിസ്സ് ഞങ്ങളോട് പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു, നാളെ വരാൻ നേരത്തെ നിങ്ങളെല്ലാവരും ചാർട്ട് പേപ്പറിൽ പീരിയോഡിക് ടേബിൾ വരച്ചുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം വന്ന വഴിക്ക് ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചു റെഡിയായി വീട്ടിൽ വന്ന് ടി വി കാണലും കളിയും പരിപാടിയൊക്കെ ആയി. പീരിയോഡ് ടേബിൾ വരയ്ക്കാനിരിക്കാനായിട്ട് സമയം 9 മണി വരെ കാത്തിരിക്കേണ്ടി വന്നു. അവസാനം ഉറക്കം തൂങ്ങി അങ്ങ് വരച്ചു. വരയ്ക്കാൻ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. സഹോദരൻ വളരെ സ്നേഹപൂർവ്വം എനിക്കത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി തന്നു. പിറ്റേന്ന് ക്ലാസ്സിൽ ഞാൻ വളരെ കാര്യമായിട്ടത് കൊണ്ടുപോയി. ക്ലാസ്സിൽ ടീച്ചർ അത് നോക്കാൻ തുടങ്ങി. എൻ്റെ പീരിയോഡ് ടേബിൾ കണ്ടപ്പോൾ എൻ്റെ ടീച്ചറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിസ്സ് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മിസ്സ് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കാനായിട്ട് മിസ്സ് തിരഞ്ഞെടുത്തത് എൻ്റെ പീരിയോഡ് ടേബിളായിരുന്നു. പീരിയോഡ് ടേബിൾ ബോർഡിൽ വെച്ച് മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചായപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എൻ്റെ പീരിയോഡിക് ടേബിൾ പകുതി എലമെൻറ്റ്സ് ഇല്ല. ഉറക്കം തൂങ്ങി വരച്ചപ്പോൾ പകുതി എലമെൻറ്റ്സൊക്കെ എൻ്റെ ഉറക്കത്തിൻ്റെ കൂടെ അങ്ങ് ലയിച്ചു പോയി. ഇത് എനിക്ക് പറ്റിയ ഒരു പണി മാത്രമാണ്. ഇതുപോലെ പല പണികളും കിട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മൾ +2-നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം, ബോട്ടണിയുടെയും സുവോളജിയുടെയും. ഇപ്പോഴും ഉണ്ട് കുട്ടികളെ അത് നോക്കി വരച്ചെടുക്കണം. അപ്പം എനിക്ക് പൊതുവേ മടിയുള്ള വ്യക്തിയായത് കാരണം ഞാൻ വരയ്ക്കാനായിട്ട് വേറൊരാളെ ഏൽപ്പിച്ചു. ഞാൻ ഏൽപ്പിച്ച ആൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു, വലിയ കാര്യമായിട്ട് അറിവില്ലായിരുന്നു. എൻ്റെ കുഴപ്പമാണ്, ഞാനത് പറഞ്ഞും കൊടുത്തില്ല. പുള്ളി റെക്കോർഡിൽ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ കളറും കൂടി ചെയ്തു. അവസാനം റെക്കോർഡിൻ്റെ പേപ്പറെല്ലാം കീറി ഞാൻ വീണ്ടും മടിയെല്ലാം മാറ്റി വീണ്ടും വരയ്ക്കേണ്ടി വന്നു. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഭയങ്കര ഭംഗിയായിട്ട് പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ജീവിതം തന്നെ തിരഞ്ഞെടുക്കുകയും നമ്മൾ ഒരു ഭംഗി ചുരിദാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ നേരത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിയാൻ നേരത്തായിരിക്കും മനസ്സിലാവുന്നത് അത് നമുക്ക് 8ന് പണി തന്നെയായിരിക്കുമെന്ന്. ഈച്ച അതുപോലെയല്ല ഞാൻ പറഞ്ഞത്. ഈച്ച രോഗങ്ങൾ പരത്തും. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വന്നു ചേരുന്നതാണ്. ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാലും നമ്മളുടെ ഈച്ച ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നറിയത്തില്ല. ഈച്ച എന്ന് പറയേണ്ട, നമുക്ക് പ്രാണി എന്ന് പറയാം. നമ്മുടെ പ്രാണീനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസൊക്കെ കാണണം.